മാസം കഴിയുമ്പോൾ ഇതിലോട്ട് നോക്കുമ്പോൾ ഈ പോയ ഒരു ചെറിയ മൊമെന്റ് നമുക്ക് ഓർമ്മ വരും. യാത്രകൾ നീണ്ടു പോവുകയാണ്. പണ്ടേ ഈ സമ്മരൻ ബദലേഹം പോലുള്ള മൂവീസൊക്കെ കാണുന്ന സമയത്ത് ഇതുപോലുള്ള സ്ഥലത്തൊക്കെ നമുക്ക് എന്ന് പോകാൻ പറ്റും എന്ന് ഞാൻ അഗാധമായി ചിന്തിച്ചിരുന്നു. സോ വെൽക്കം ബാക്ക്. ദിസ് ഇസ് ഡേ 5 ഓഫ് എങ്ങോട്ടാണെന്നറിയാത്ത യാത്ര. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ ഊട്ടിയിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ ഇറങ്ങി. കാരണം കുറേ ദിവസമായല്ലോ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട്. വീട്ടുകാരോ നമ്മളെ വിളിക്കുന്നില്ല, വേറൊന്നും കൊണ്ടല്ല, അവർക്കറിയാം നമ്മൾ എവിടെ തെണ്ടി തിരിഞ്ഞാലും തിരിച്ച് വീട്ടിൽ വരും. ഞങ്ങളുടെ ഒരു അത്യാവശ്യം ഫ്രീഡം ഒക്കെ തരുന്ന മോഡേൺ ഫാമിലിയാണ് ഞങ്ങളുടെ. സോ രാവിലെ തന്നെ അതുകൊണ്ട് ഇറങ്ങി. പിന്നെ വീട്ടുകാർക്ക് ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് പച്ചക്കറി വാങ്ങിച്ചിട്ടുണ്ട്. ബീട്രൂട്ട്, ക്യാരറ്റ്, റാഡിഷ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഫ്രഷ് പച്ചക്കറികളൊക്കെ. അത് സെയിം സാധനം ഞങ്ങൾ വണ്ടിയിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയതിന് നമ്മൾ കുറച്ച് നിഗൂഢ ലക്ഷ്യങ്ങളുണ്ട്. കുറേ സ്ഥലം നമുക്ക് കാണാനുണ്ട്, കുറേ സ്ഥലങ്ങൾ ഞങ്ങൾക്ക് കയറാനുണ്ട്. അപ്പോൾ ആദ്യം കയറേണ്ട സ്ഥലം എന്താണെന്ന് വെച്ചാൽ ഗൈസ്, ഒരു ട്രെയിനിങ് സെൻ്ററാണ്. 6 വർഷം മുമ്പ് വന്ന ഒരു സ്ഥലമാണ്. ഞങ്ങൾ ട്രെയിനിങ്ങിന് വന്നതാണ്. അന്നും ഞങ്ങൾക്ക് വഴി തെറ്റി ഞങ്ങൾ തിരിച്ച് നടന്നാണ് ഈ വഴി കൂടെ ട്രെയിനിങ് സെൻറ്ററിലേക്ക് പോയി. ഇന്നും ഞങ്ങൾ ഇത് കാണാതെ നേരെ വിട്ടടിച്ച് പോയിട്ട് തിരിച്ചു വരേണ്ടി വന്നു. എനിവേ, ഈ സ്ഥലം കുറേ പേർക്ക് അറിയാമായിരിക്കും. WVS ആണ്. സോ വേൾഡ് വൈഡ് വെറ്റിനറി സർവീസ് എന്ന് പറയുന്ന ഒരു ABC ട്രെയിനിങ് സെൻറ്റർ ആൻഡ് ക്ലിനിക്കാണ്. കുറേ ഡോക്ടേഴ്സൊക്കെ വന്നിട്ടുണ്ടാവും ഇവിടെ. ഞാൻ ആദ്യം വരുന്നത് എൻ്റെ ഡിഗ്രി കഴിഞ്ഞ സമയത്താണ് ഇവിടെ വരുന്നത്. ദേവയുടെ കൂടെ വന്നതാണ്. അന്ന് വെറ്റിനറി എന്ന് പറയുന്ന ഒരു കാര്യം എനിക്ക് ഒന്നും അറിയില്ല. അപ്പം അന്ന് പരിചയപ്പെട്ടാണ് ഈ ചേട്ടനെയും, ജയരാജ് എന്ന് പറയുന്നത്. പുള്ളി അവിടെ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം അന്ന് ഒന്നും അറിയാതിരുന്ന, വെറ്റിനറിയെക്കുറിച്ച് പോലും ഒരു അറിവും ഇല്ലാതിരുന്ന ഞാൻ ഇന്ന് ഒരു 3rd ഇയർ BVSC സ്റ്റുഡൻ്റ് ആയത് ഒരു ടേണിംഗ് പോയിന്റ് ഇത് തന്നെയാണ്. ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കാരണവും WVS തന്നെയാണ്. പിന്നെ ഒരുപാട് കാരണങ്ങൾ അതിലുണ്ടെങ്കിലും ഇതൊരെണ്ണം മെയിൻ കാരണമാണ്. സോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഫുള്ള് ഞങ്ങൾ യാത്രയിലായിരുന്നു ഗൈസ്. കാരണം പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് വേറൊരു ലക്ഷ്യം എന്ന് വെച്ചാൽ വാൽപ്പാറ, മലക്കപ്പാറ, അതിരപ്പള്ളി റൂട്ട് വഴി നമുക്ക് കേരളത്തിൽ വരണം എന്നായിരുന്നു. അതിലൊരു കാര്യം മാത്രമേ നടന്നുള്ളൂ. കാരണം വാൽപ്പാറയിൽ മാത്രമേ ഞങ്ങൾ കറക്റ്റ് ടൈമിൽ ചെക്ക് പോസ്റ്റ് അടയ്ക്കുന്നതിന് മുമ്പ് വന്നുള്ളൂ. അവിടെ നിന്ന് നമ്മൾ കയറി വന്ന സമയത്ത് നമ്മൾ ഈ ആനകളൊക്കെ ക്രിയേറ്റേഴ്സ് ഓഫ് ഫോറസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സോ ഒരു ലാലേട്ടൻ്റെ ഫാനായിട്ടുള്ള ഒരു ആന ചെരിഞ്ഞ് നിന്ന്, ആ മലയിൽ ചെരിഞ്ഞ് നിന്ന് അവൻ തിന്നുന്നത് ഞാൻ കണ്ടു. ഈ ഒരു റൂട്ട് ഒരു രക്ഷയില്ല ഗൈസ്, അടിപൊളിയായിരുന്നു. ഇന്ന് തന്നെ വീട്ടിൽ ചെല്ലണമെന്ന് പറഞ്ഞാണ് നമ്മൾ ഇറങ്ങിയതെങ്കിലും ദൈവത്തിൻ്റെ തീരുമാനം മറ്റൊന്നായിരുന്നു. മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് അടച്ചത് കൊണ്ട് ഞങ്ങൾക്ക് അവിടെ സ്റ്റേ ചെയ്യേണ്ടി വന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, ഫോളോ.